ഫുട്ബോൾ എന്നാൽ കാനറിപ്പടയ്ക്ക് വെറും കളി മാത്രമല്ല, ജീവശ്വാസം പോലെ ആവേശമാണ് അവർക്കെന്നും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടത്തിൽ മുത്തമിടാൻ കാനറികൾക്ക് 28 വർഷങ്ങൾ, അതായത് 5 ലോകകപ്പ് പതിപ്പുകൾ കാത്തിരിക്കേണ്ടി വന്നു. 1950 മാരക്കാനയിൽ തങ്ങളുടെ സ്വന്തം നാട്ടിൽ സ്വന്തം ജനതയ്ക്ക് മുന്നിൽ നേരിട്ട തോൽവിക്ക് പകരം വീട്ടാൻ കാനറിപ്പടയ്ക്ക് 1958 സ്വീഡനിൽ വെച്ച് നടന്ന 6ാമത്തെ ലോകകപ്പിൽ ആണ് അവസരം ലഭിച്ചത്. അന്ന് ആതിഥേയരായ സ്വീഡനെ ഫൈനലിൽ 2-5 ഗോളുകൾക്ക് തകർത്ത് തങ്ങളുടെ ആദ്യ ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടു. ലോകകപ്പിലെ വിജയം മാത്രമല്ല, കാൽപന്ത് കളിയിലെ ഇതിഹാസം പെലെയുടെ ആദ്യ ലോകകപ്പ് കൂടിയായിരുന്നു. അന്ന് വെയിൽസിനെതിരെ ക്വാർട്ടർ ഫൈനലിൽ നേടിയ 1 ഗോൾ വിജയം പെലെ എന്ന ഇതിഹാസത്തിന്റെ ആദ്യ ലോകകപ്പ് ഗോളും, അതുപോലെ തന്നെ ഇന്നും ആരും തകർക്കാത്ത റെക്കോർഡായി ഫിഫ ലോകകപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററായി പെലെ തന്റെ 17ാം വയസ്സിൽ നേടിയ ആ ഗോൾ ഇന്നും നിലനിൽക്കുന്നു. അവിടെയും അവസാനിച്ചില്ല. സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെ നേടിയ ഹാട്രിക്കും ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയർ എന്ന ബഹുമതിയും തന്റെ പേരിലാക്കി പെലെ. 1958 ലോകകപ്പിൽ മുത്തമിട്ട് അതിന്റെ ലഹരി നിവർന്ന കാനറിപ്പട അടുത്ത ലോകകപ്പും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ചിലിയിൽ വെച്ച് നടന്ന 1962 ലോകകപ്പ് ഫുട്ബോളിൽ ചെക്കോസ്ലോവിയെ 1-3 ഗോളുകൾക്ക് തകർത്ത് ലോകകപ്പ് കിരീടം വിട്ടുകൊടുക്കാതെ കാനറികൾ കാത്തുസൂക്ഷിച്ചു. അപ്പോഴത്തേക്കും ലോകോത്തര കളിക്കാർ തന്നെ അണിനിരന്നിരുന്നു ബ്രസീലിയൻ ഫുട്ബോൾ ടീമിൽ. പെലെയും ഗെറിഞ്ചയും വാവയും സിറ്റോയും, അങ്ങനെ നീണ്ടുപോകുന്നു ലിസ്റ്റ്. 1966 ലോകകപ്പ് കിരീടം നഷ്ടമായെങ്കിലും 1970 ലോകകപ്പിൽ കാനറിപ്പടയുടെ തേരോട്ടമായിരുന്നു മെക്സിക്കോയുടെ മണ്ണിൽ. 1970 എല്ലാ ടൂർണമെന്റിലും വിജയക്കൊടി പായിച്ചാണ് ഫൈനലിൽ 1-4 ഗോളുകൾക്ക് ഇറ്റലിയെ തകർത്ത് പെലെ, കാർലോസ് ആൽബർട്ടോസ്, ജെയർ സിംഗോ എന്നിവരുടെ നേതൃത്വത്തിൽ 3ാം ലോകകപ്പ് കിരീടവും ബ്രസീലിയൻ ടീം നേടിയത്. അതിനോടൊപ്പം തന്നെ 3 തവണ ഫിഫ ലോകകപ്പ് ചാമ്പ്യന്മാരായ കാനറികൾക്ക് ഫിഫ ലോകകപ്പ് കിരീടമായ ജൂൾസ് റിമറ്റ് ട്രോഫി സ്ഥിരമായി കൈവശം വെക്കാനുള്ള അവകാശവും കിട്ടി. പിന്നീട് അങ്ങോട്ട് നീണ്ട 24 വർഷത്തെ കാത്തിരിപ്പായിരുന്നു കാനറിപ്പടയ്ക്ക് പുതിയതായി വന്ന ഫിഫ ലോകകപ്പ് കിരീടം ഉയർത്താൻ. 1994 അമേരിക്ക ആതിഥേയത്വം വഹിച്ച 15ാമത് ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇറ്റലിയുമായി സമനിലയിൽ കലാശിച്ച പോരാട്ടം ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ആദ്യ ഫൈനൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി. പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ 2-3 ഗോളുകൾക്ക് റൊമാരിയോ ബെബറ്റോ സഖ്യത്തിന്റെ കരുത്തിൽ ബ്രസീൽ ജയിക്കുകയായിരുന്നു. റൊമാരിയോ ആ തവണത്തെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ നേടുകയും ചെയ്തു. 1998 നിർഭാഗ്യവശാൽ ഫ്രാൻസിന് മുന്നിൽ ലോകകപ്പ് കിരീടം അടിയറവ് വെക്കേണ്ടി വന്നു. ഫൈനലിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കാനറിപ്പട തോൽവിയെറിഞ്ഞത്. കളിയിലെ മികച്ച താരമായി ബ്രസീലിന്റെ റൊണാൾഡോയെ തിരഞ്ഞെടുത്തെങ്കിലും കപ്പ് നഷ്ടമായത് അവർക്ക് നിരാശ തന്നെയായി. എന്നാൽ 2002 ഫിഫ ലോകകപ്പിൽ റൊണാൾഡോ, റിവാൾഡോ, റൊണാൾഡിനോ, കാർലോസ്, കഫു എന്നീ താരങ്ങളുടെ മികവിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ അരങ്ങേറിയ ആദ്യ ഫിഫ ലോകകപ്പിൽ ജർമ്മനിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്ത് ബ്രസീൽ തങ്ങളുടെ 5ാമത്തെ ലോകകപ്പ് കിരീടത്തിലും മുത്തമിട്ടു. 1998 ഗോൾഡൻ ബോൾ നേടിയ റൊണാൾഡോ ലോകകപ്പ് നഷ്ടമായതിൽ നിരാശയോടെയാണ് അന്ന് ഫ്രാൻസ് വിട്ടതെങ്കിലും ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നും ഗോൾഡൻ ബൂട്ടും ലോകകപ്പ് കിരീടവുമായാണ് കളം വിട്ടത്. അതിനുശേഷം നീണ്ട 20 വർഷങ്ങൾ 4 ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റുകൾ നടന്നു. കാനറിപ്പടയ്ക്ക് മുന്നിൽ ലോകകപ്പ് കിരീടം അകന്നു നിൽക്കുന്നു. ഈ വരുന്ന 2022 നവംബറിൽ ലോകകപ്പ് ഫുട്ബോളിന്റെ 22ാം പതിപ്പ് നടക്കുമ്പോൾ കാനറിപ്പട സർവ്വസന്നാഹങ്ങളും ഒരുക്കിയാണ് ഖത്തറിലേക്ക് വിമാനം കയറുന്നത്. ഖത്തറിന്റെ മണ്ണിൽ മഞ്ഞ വിടരുമോ എന്നത് കാത്തിരുന്ന് കാണാം. ലോകകപ്പ് ഫുട്ബോളിന്റെ പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.